ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടയ്ക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന 14,000 രൂപയുടെ ലിനോവയുടെ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ജാസ്മിൻ്റെ ഫാമിലി എത്തിയിട്ടുള്ള സംഭവ ബഹുലമായ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. വില്ലനായി മാറുമെന്ന് സംശയിച്ച ജാഫർക്ക ഒറ്റ നിമിഷം കൊണ്ട് ഹീറോയായി മാറുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ജാഫർക്കാക്ക് ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ട്. ആ നെഗറ്റീവ് ഇമേജ് ഇതിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കും. ഒപ്പം തന്നെ തൻ്റെ മകളെ ഒന്ന് ഗുണദോഷിക്കാനും സാധിക്കുന്ന ഒരു വലിയ അവസരമാണ്. എന്നാൽ അക്ഷരാർത്ഥത്തിൽ ഒരു ബാപ്പ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ തെളിവായി, ഒരുപക്ഷെ ഇത് ഒരു ഡ്രാമയാണോ പറഞ്ഞു ചെയ്യിപ്പിച്ചാണോ എന്നൊന്നും നമുക്കറിയില്ല. എനിവേ, ഈ ചെയ്ത പ്രവൃത്തി വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട പ്രവൃത്തി തന്നെയാണ്. തീർച്ചയായും അതിന് കൈയടിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ആ ഒരു ബന്ധം, ആ ഒരു അനാവശ്യ ബന്ധം അദ്ദേഹം വേർപെടുത്തിയിരിക്കുകയാണ്. അതായത് നമുക്കറിയാം, ഗബ്രിയും ജാസ്മിനും തമ്മിൽ കാണാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 60 ദിവസം മാത്രമാണ് ആയത്. ആ 60 ദിവസത്തിനുള്ളിൽ പരിചയപ്പെട്ട ഒരു വ്യക്തിയുടെ ഫോട്ടോ വെച്ച് ആരാധിക്കുക, പൂജിക്കുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നൽകിയ മാലകൾ ഇട്ടുകൊണ്ട് നടക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ തികച്ചും അസ്വാഭാവികതയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇവരൊരു പ്രണയിനികളാണെങ്കിൽ ഓക്കെ, നമുക്ക് തീരുമാനിക്കാം. എന്നാൽ ഇത് പ്രണയിനിയല്ല, കല്യാണം കഴിക്കാനും ഉദ്ദേശമുണ്ടെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇവരുടെ ഒരു പ്രണയത്തെ പ്രോത്സാഹിപ്പിച്ച് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിരുന്ന ധാരാളം ഗ്രൂപ്പുകളുണ്ട്, ജബ്രി കോംബോ. അവരുടെയൊക്കെ കരണത്തടിച്ച പോലെ ആയിപ്പോയത്. ആക്ച്വലി ഇത് തന്നെയാണ് ഇദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത്. ഇതിൽ കുറവായിട്ട് ഒന്നും അദ്ദേഹത്തിന് ചെയ്യാൻ അവിടെ സാധ്യമല്ല. ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് മാറ്റുക, മാല എടുത്ത് മാറ്റുക, അതല്ലാതെ അദ്ദേഹം വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഉപദേശിക്കുകയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹം ഒരു ഫൂളായി ജനങ്ങൾ വിലയിരുത്തുമായിരുന്നു. എന്നാൽ ഇവിടെ അതൊന്നും സംഭവിച്ചില്ല. എനിവേ, വളരെയധികം പ്രേക്ഷകർ ജാഫർക്കയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കമൻറ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ രേഖപ്പെടുത്തുന്നത്. വളരെ നല്ല തീരുമാനം തന്നെയാണ്. ഇനി ജാസ്മിനും ഗബ്രിയും തമ്മിൽ പ്രേമമുണ്ടെങ്കിൽ പുറത്തിറങ്ങിയിട്ട് അവർ എന്ത് തീരുമാനം വേണമെങ്കിലും അവരെടുക്കാം. അവർക്ക് പ്രായപൂർത്തിയായവരാണ്. നിലവിൽ ഒരു വാപ്പ അല്ലെങ്കിൽ ഉമ്മ ചെയ്യേണ്ടുന്ന പ്രവൃത്തി തന്നെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. മോളെ അതിങ്ങൂര്, അല്ലെങ്കിൽ ഞാനിത് എടുക്കുവാണെന്ന് പറഞ്ഞ് വളരെ മര്യാദയിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അക്രമാസക്തനാകുകയോ ഫോട്ടോ കീറിക്കളയുകയോ അല്ലെങ്കിൽ ഫോട്ടോ കത്തിക്കുകയോ ഒന്നും ചെയ്തില്ല. അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അതിനു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാഗ്വാദങ്ങൾ ഉണ്ടായിരുന്നു. താൻ കയറില്ല എന്ന വാശിയിലായിരുന്നു ജാഫർ ഖാൻ. എന്നാൽ അദ്ദേഹത്തെ ഫോഴ്സ് ചെയ്താണ് കയറ്റിയത്. താൻ കയറുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ താൻ ചെയ്തിരിക്കുമെന്ന് അദ്ദേഹം നിബന്ധന വെച്ചു. എന്നാൽ അത് സാധ്യമല്ലെന്ന് ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് ബിഗ് ബോസ് വഴങ്ങുകയായിരുന്നു. പ്രസ്തുത 2 പ്രോപ്പർട്ടികൾ താൻ എടുത്തു മാറ്റുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിന് മുന്നിൽ ബിഗ് ബോസിന് വഴങ്ങേണ്ടി വന്നു. അദ്ദേഹം അത് ചെയ്തിരിക്കുന്നു. തീർച്ചയായും അദ്ദേഹത്തിന് കയ്യടി കൊടുക്കേണ്ടത് തന്നെയാണ്. നമുക്ക് കൂടുതൽ അപ്ഡേറ്റുകൾ ലൈവിലൂടെ കാണാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഫാമിലി വന്ന് പോയതിനു ശേഷമുള്ള ഇന്നലത്തെ ലൈവിൽ, അതായത് ഇന്നലെ നമ്മൾ കാണുന്ന, നാളെ കാണാൻ പോകുന്ന ലൈവിൽ ജാസ്മിൻ വളരെ വികാരപരവശയായി മനോനില തെറ്റിയ ഒരു കണ്ടീഷനിലാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഡോക്ടറുടെ സഹായം തേടിയേക്കാം എന്നൊക്കെയുള്ള സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയധികം മാനസികമായി തളർന്നിരിക്കുന്നു. എന്നാൽ നാളെ വീക്കെൻഡ് എപ്പിസോഡ് ആയതുകൊണ്ട് ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് കാണാൻ നാളെ സാധിച്ചേക്കില്ല. എനിവേ, എപ്പിസോഡിൽ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിവേ, ജാസ്മിൻ്റെ വാപ്പയുടെ ഈ ഒരു എൻട്രി അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തികളെ പറ്റിയുള്ള നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.